അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 5ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ രണ്ടാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, ഇൽമു തജ്വീദാണ് ഈ പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള ഭാഗം നോക്കാം. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനിലെ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് 10 പ്രതിഫലമുണ്ട് എന്ന് നബി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹത്തായ ഒരുപാട് പ്രതിഫലങ്ങളും പുണ്യങ്ങളും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഖുർആൻ പാരായണത്തിലൂടെ ലഭ്യമാകുന്നതാണ്. ഈ പുണ്യങ്ങളും മഹത്വങ്ങളുമെല്ലാം ലഭിക്കണമെങ്കിൽ ഖുർആൻ അതിൻ്റെ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനോഹരമായി പാരായണം ചെയ്യണം. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇത് പഠിക്കലും പരിശീലിക്കലും നമുക്ക് അനിവാര്യമാണ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണ രീതി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനും അവർ ശേഷമുള്ളവർക്കും തലമുറകളായി പകർന്നു നൽകിയതാണ്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഖുർആൻ പാരായണ രീതി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനും അവർ ശേഷമുള്ളവർക്കും തലമുറകളായി പകർന്നു നൽകിയതാണ്. ആ നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ ഫർള് ഐനാണെന്ന് ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നിയമങ്ങൾ പാരായണത്തിൽ പാലിക്കൽ ഫർള് ഐനാണെന്ന് ഇമാമുമാർ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ഫഇദാ ഖറഅനാഉ ഫത്തബിഅ ഖുർആന ഫൈദ ഖറഅനാഉ ഫത്തബിഅ ഖുർആന എന്നാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തന്നതുപോലെ ഓതാനുള്ള കൽപ്പനയായിരുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഓതി കേട്ടത് എങ്ങനെയായിരുന്നോ അതുപോലെ ഓതാൻ വേണ്ടിയാണ് ഈ കൽപ്പന പറഞ്ഞത്. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅ യഖുദുഹാ അൽ ആഖിറു അനിൽ അവ്വൽ. ഖുർആൻ പാരായണം അഥവാ പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തുൻ മുത്തബിഅ യഖുദുഹാ അൽ ആഖിറു അനിൽ അവ്വൽ. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതും അനുകരിക്കേണ്ടതുമായ ഒന്നാണ് ഖുർആൻ പാരായണം. അപ്പോൾ ഖുർആൻ പാരായണം മുൻഗാമികളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് ഖുർആൻ്റെ പാരായണം ശരിയായ പാരായണമായി നമുക്ക് ലഭ്യമാകുന്നത്. ഖിറാഅത്തുൽ ഖുർആനി സുന്നത്തും മുത്തബഅത്തുൻ യഖുദുഹാ അൽ ആഖിറു അനിൽ അവ്വൽ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആനിൻ്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ്. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഖുർആൻ്റെ ശാപത്തിന് കാരണമാകുന്ന കുറ്റമാണ്. ഖുർആൻ പാരായണത്തിന് പ്രത്യേക നിയമങ്ങളുണ്ടെന്നും അവ പാലിച്ചുകൊണ്ട് മാത്രമേ പാരായണം ചെയ്യാവൂ എന്നും ഉസ്താദുമാരിൽ നിന്ന് പഠിക്കേണ്ടതാണെന്നും മുകളിൽ പറഞ്ഞവയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1, തജ്വീദ് എന്നാൽ എന്താ?
തജ്വീദ് എന്നാൽ എന്ത്? ഉത്തരം, അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾക്ക് പറയുന്നതാണ് തജ്വീദ്. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾക്ക് പറയുന്നതാണ് തജ്വീദ്, അഥവാ അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിന് തജ്വീദ് എന്ന് പറയുന്നു. അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായ ഖുർആൻ ഓതുന്നതിന് തജ്വീദ് എന്ന് പറയുന്നു. ചോദ്യം 2, എന്താണ് ഇൽമു തജ്വീദ്? എന്താണ് ഇൽമു തജ്വീദ്? ഉത്തരം, ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ഖുർആൻ പാരായണ നിയമങ്ങൾ ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഇൽമു തജ്വീദ്. ചോദ്യം 3, പാരായണത്തിൽ നിയമം പാലിക്കുന്നതിൻ്റെ വിധി എന്ത്? പാരായണത്തിൽ നിയമം പാലിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം, ഫർള് ഐന്. ഫർള് ഐന്. ചോദ്യം 4, ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണം എന്നറിയിക്കുന്ന ആയത്ത് ഏത്? ഉസ്താദുമാർ പഠിപ്പിച്ചതുപോലെ തന്നെ ഓതണമെന്നറിയിക്കുന്ന ആയത്ത് ഏത്? ഉത്തരം, ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. ചോദ്യം 5, ഖുർആൻ ശപിക്കും ആരെ? ഖുർആന് ശപിക്കും ആരെ? ഉത്തരം, നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ. നിയമങ്ങൾ പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവനെ ഖുർആന് ശപിക്കും. ചോദ്യത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് യോജിപ്പിക്കാം എന്നത്. ഇവിടെ 2 ഭാഗത്ത് നൽകിയതിനെ നമുക്ക് ശരിപ്പെടുത്താം. 1, ഖുർആൻ പാരായണം ശ്രേഷ്ഠമായ ഇബാദത്താണ്. ഖുർആൻ പാരായണം ശ്രേഷ്ഠമായ ഇബാദത്താണ്. നിയമം പാലിച്ച് ഓതൽ ഫർള് ഐനാണ്. നിയമം പാലിച്ച് ഓതൽ ഫർള് ഐനാണ്. ഖുർആൻ ഓതൽ സുന്നത്തുൻ മുത്തബഅ, അല്ലെങ്കിൽ പിൻഗാമികൾ സുന്നത്തുൻ മുത്തബഅ. മൂന്നാമത്തേത് ഖുർആൻ ഓതൽ സുന്നത്തുൻ മുത്തബഅ. 4, ഒരക്ഷരത്തിന് 10 നന്മ. ഒരക്ഷരത്തിന് 10 നന്മ. 5, പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. പിൻഗാമികൾ മുൻഗാമികളിൽ നിന്ന് പഠിക്കണം. നല്ലതുപോലെ പഠിച്ച് മനസ്സിലായി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.